ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വാസ്തു നോക്കണോ എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും വീടൊക്കെ നിർമ്മിക്കുമ്പോഴും പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഒരു വാസ്തു കൺസൾട്ടൻറ്റിനൊക്കെ കാണുകയും അതിനനുസരിച്ച് പ്ലാനിലും ഡിസൈനിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താറുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വാസ്തു നോക്കാതെ വീട് പണിതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലെങ്കിൽ വാസ്തു നോക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇപ്പോഴത്തെ കാലത്ത് വാസ്തു നോക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങളുണ്ടോ ഒക്കെ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് വിവേക്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തുവിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ ഈ ചാനലിൻ്റെ തുടക്കത്തിലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്നൊന്നും ചാനലിൻ്റെ തുടക്കമായതിനാൽ വ്യൂസ് ഒന്നും അധികം വന്നിരുന്നില്ല. അപ്പോൾ അതൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ പറയട്ടെ, ഈ കാലത്ത് ഇപ്പോൾ ഡിസൈനേഴ്സ് തന്നെ ആയിക്കോട്ടെ, മോഡേൺ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വാസ്തുമായി ഒന്ന് പൊരുത്തപ്പെട്ട് ഇപ്പോൾ അവർ ഡിസൈൻ ചെയ്യുമ്പോൾ വാസ്തുവിലെ ചില ടിപ്സുകളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കിടെക്ട്സുകളായാലും അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സൊക്കെ ആയാലും വാസ്തുവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാം. വാസ്തുവിൽ ബ്രഹ്മസൂത്രത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രഹമധ്യ സൂത്രത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഓപ്പണിംഗ് മുതൽ അതർ എൻഡ് വരെ അല്ലെങ്കിൽ അപ്പുറത്തെ എൻഡ് വരെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്തും നമ്മളൊക്കെ അത് ഫോളോ ചെയ്തു വരുന്നുണ്ട് ഡിസൈനേഴ്സൊക്കെ. കാരണം എന്തെന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻസിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ വീടിനകത്തുള്ള സ്മെല്ലൊക്കെ പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ വാസ്തുവിൻ്റെ കാര്യത്തിൽ അന്നും ഇന്നും ഒരുപോലെ ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങിൻ്റെ കാര്യം. വാസ്തുവിൻ്റെ തുടക്കകാലത്ത് അതൊരു തച്ചുശാസ്ത്രമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. പിന്നീടാണ് അതിൽ വിശ്വാസത്തിൻ്റെ എലമെൻ്റൊക്കെ ചേർത്ത് അതൊരു ദൈവികമായ സംഭവമായിട്ടൊക്കെ മാറിയത്. അപ്പോൾ ആ കാലത്തൊന്നും ഈ എക്സോസ് വരുമെന്നൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് കറണ്ട് വരുമെന്നോ ഒന്നും ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ത്രൂ ഔട്ട് ഓപ്പണിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്മെല്ലൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് വീട്ടിൻ്റെ അകത്തെ, അല്ലെങ്കിൽ ബാഡ് എയറൊക്കെ പോയിട്ട് പുതിയ എയറൊക്കെ വരാൻ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ട്. അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ ആളുകൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചെറിയ കുട്ടികൾക്ക് അലർജി പോലെയോ അപസ്മാരം പോലെയോ ശ്വാസതടസ്സമൊക്കെ പോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വാസ്തുവിലെ വലിയൊരു സംഭവമാണ് കന്നിമൂലയിലെ ടോയ്ലറ്റ്. ഇന്നും വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇന്ന് ഡിസൈനേഴ്സും ഒക്കെ അത് കന്നിമൂലയിൽ ബാത്റൂം വരാത്ത രീതിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഡിസൈനൊക്കെ ചെയ്യുന്നത്. ഈ കന്നിമൂലയിലെ സംബന്ധിച്ച് പല വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരു നിരാതി എന്ന രാക്ഷസന്റെ കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കന്നിമൂല ഗണപതി എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമുണ്ട്. പണ്ടത്തെ കാലത്ത് പ്രസവത്തിന്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കന്നിമൂലകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. അന്ന് പ്രസവത്തിന്റെ ശുശ്രൂഷ ചെയ്യാനൊക്കെ കന്നിമൂലയൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ടോയ്ലറ്റ് പണിയാനും ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ സൂര്യന്റെ സഞ്ചാരപാതനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. കന്നിമൂല പ്രശ്നമാണെന്ന് പറയുന്നതിനെ കുറിച്ചിട്ട്. ഈ കന്നിമൂലയിലെ ടോയ്ലറ്റ് വലിയൊരു പ്രശ്നമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾക്ക് അറിയാം, പണ്ടത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചറിയാം, പണ്ടത്തെ വീടുകളിലൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ല. നമ്മൾ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവിടെ ബാത്റൂമുകളൊക്കെ ഉണ്ടാവുക. പണ്ടത്തെ കാലത്ത് വീടിനോട് ചേർന്ന് ബാത്റൂം നിർമ്മിക്കുന്നൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല എന്നാണ് അവരൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വന്നപ്പോഴാണ് ഈ കന്നിമൂലയും ബാത്റൂമൊക്കെ വിഷയങ്ങളായിട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടതാണ് വാസ്തുവിൽ. അതൊന്നും പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പിന്നെ ഇതൊന്നും നോക്കാതെ, വാസ്തുവൊന്നും നോക്കാതെ വീട് വെച്ച് ഞാൻ വലിയ പുരോഗമന ചിന്താഗതിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് വീട് വെച്ചിട്ട് പിന്നീട് കുറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതൊന്നും നോക്കാതെ വീട് വെച്ചതിൻ്റെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് വലിയ പൂജകളും മന്ത്രങ്ങളും പൊളിച്ചു പണിയലുകളൊക്കെ നടത്തിയ വലിയ വലിയ പുരോഗമനവാദികളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ വിഷയമാണ്. നമ്മൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാത്തവർക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നവർക്ക് വലിയ പ്രശ്നമാണ്. പിന്നീട് അവർ നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഇരട്ടി പൈസകളൊക്കെ ചിലവാക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കും. പിന്നെയാണ് വാസ്തുവിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വടക്ക് കിഴക്ക് മൂലയിൽ കിച്ചൺ വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്. അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പോൾ വടക്കും കിഴക്കും ഒന്നും കിച്ചണൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണോ കത്തിക്കുന്നത് ആ ഭാഗം കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ തിരിച്ചു വെച്ചാൽ മതി എന്നുള്ള കുറേ കൂട്ടിക്കലർത്തലുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ എല്ലാറ്റിലും വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ വിറകൊക്കെ ഊതി കത്തിക്കുന്നൊക്കെ ഒരു സിസ്റ്റമായിരുന്നു. അന്നത്തെ ആൾക്കാർക്ക് അറിയില്ല ഗ്യാസ് വരും, ഗ്യാസ് സിലിണ്ടേഴ്സൊക്കെ വരും, നമ്മളുടെ ജീവിത നിലവാരമൊക്കെ ഉയരുമെന്നും അന്നത്തെ ആൾക്കാർ അതൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾ ഈ വടക്ക് കിഴക്കിൽ നിന്നാണല്ലോ സൂര്യൻ ഉദിച്ചു വരുന്നത്. അപ്പോൾ ഈ സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾ ഇവിടെ തട്ടുകയും പണ്ടത്തെ ആളുകളൊക്കെ വളരെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക, അതായത് പുലർച്ചെയൊക്കെ എണീക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇത് ചൂടാവുകയും കിച്ചണിൻ്റെ ഭാഗം ചൂടായിട്ട് നിൽക്കുകയും പെട്ടെന്ന് അടുപ്പൊക്കെ കത്തുന്ന രീതിയിലാണ് അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വന്നത്.
ഇപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. കാരണം അന്നൊക്കെ 1 ഏക്കറിലും 2 ഏക്കറിലൊക്കെ ഒരു വീടൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് സെന്റ് 5 സെന്റിലൊക്കെ ഓരോ വീട് വീട് വീടായിട്ട് പോയിക്കൊള്ളാണ്. ഒരു കോളനി പോലെ അല്ലെങ്കിൽ കുറേ വീടുകൾ തിങ്ങി പാർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് നമ്മുടെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ കിരണങ്ങളൊക്കെ നമ്മളെ വീടിന്റെ കിച്ചണിലൊക്കെ ഒന്നും അടിക്കില്ല. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് പോസിബിൾ ആയിരുന്നു. ഇന്ന് അത്ര പോസിബിൾ ഒന്നുമല്ല. ഇന്ന് നമ്മളുടെ ജീവിത സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അതും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മനസ്സിന്റെ സ്ട്രെങ്ത്തും പോലെയൊക്കെ ഇരിക്കും. പിന്നെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടിന്റെ സ്റ്റെപ്പിന്റെ കാര്യം. നമ്മുടെ വീടിന്റെ തറയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 45 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പും 1 ഫ്ലോർ ഹൈറ്റും കൂടിയിട്ടുള്ള അങ്ങനെ 3 പ്രാവശ്യം കയറാവുന്ന രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എന്തെന്ന് വെച്ചാൽ വാസ്തുപരമായിട്ട് നമ്മൾ ചവിട്ടുന്നത് നഷ്ടം ലാഭം നഷ്ടം ലാഭം എന്നുള്ള കണക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നഷ്ടത്തിലേക്കാണ് വീട്ടിലേക്ക് കയറി ചെന്നെങ്കിൽ ആ വീട്ടിലെ ആളുകളുടെയൊക്കെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ ഡള്ളായിരിക്കും, നമ്മുടെ പൈസ ഒക്കെ പോവും. അപ്പോൾ നമുക്ക് എക്കണോമിക്കൽ പരമായിട്ട് ഉയരങ്ങളൊന്നും ഉണ്ടായില്ല, നമുക്ക് മൊത്തം നഷ്ടമാവും എന്നൊക്കെയാണ് വിശ്വാസം. അതൊക്കെ ഇപ്പം അടുത്ത് ആഡ് ചെയ്ത് വന്നതാണ്. പക്ഷേ മുമ്പൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ കാലത്ത് എല്ലാവരും തറയൊക്കെ ഹൈറ്റിൽ പണിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പൊക്കെ കൊടുക്കുന്നതിന് പകരം നമുക്ക് തറയൊക്കെ ഹൈറ്റിൽ പണിത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. നമ്മളുടെ ധനം ഒന്നും നഷ്ടമാവാതെ, വെള്ളമൊക്കെ കയറി വീട്ടിലൊക്കെ വെള്ളം കയറി നമ്മുടെ ധനവും നമ്മുടെ വീടൊന്നും നഷ്ടമാവാതെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഹൈറ്റൊക്കെ ഒന്ന് കൂട്ടിപ്പണിയാം. അല്ലാതെ ഈ ലാഭം നഷ്ടം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയാണ് നമ്മൾ ഫ്ലോർ പ്ലാനുകളൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെഡ്റൂമിൻ്റെ അളവും കിച്ചണിൻ്റെ അളവും ഹാളിൻ്റെ അളവൊക്കെ ഈ വാസ്തു നോക്കുന്ന ആളുകൾ വെട്ടിച്ചുരുക്കിയിട്ട് അതൊരു ഒന്നിനും പറ്റാത്ത അല്ലെങ്കിൽ ഒരു സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു കൺജസ്റ്റന്റ് ഏരിയയിലേക്കൊക്കെ മാറ്റുന്ന ഒരു പ്രവണത ഉണ്ട്. അതിലേക്ക് വെറുതെ ഡെസിമൽ സംഖ്യകളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ പണിത് വരുമ്പോൾ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽസും അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെപ്പോഴും പറയുന്ന ഒരു ചുറ്റിൻ്റെ അളവൊക്കെ ഉണ്ട്. ഈ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നൊക്കെ പറഞ്ഞ കണക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ യൗവനത്തിലും അതുപോലെ തന്നെ കൗമാരത്തിലൊക്കെ വേണം നമ്മുടെ വീട് നിൽക്കാൻ വേണ്ടിയിട്ട്. വാർദ്ധക്യത്തിലും മരണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ കത്തിക്കൽ കഴിഞ്ഞു, അതായത് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ ബാല്യത്തിലും നിൽക്കാൻ പാടില്ല, അപ്പോൾ വീട് പണിയൊന്നും നടക്കില്ല, ഇഴഞ്ഞിട്ടൊക്കെ നീങ്ങുള്ളൂ എന്നൊക്കെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ അതൊക്കെ പറഞ്ഞിട്ട് അത് വെട്ടിത്തിരുത്തുന്ന പ്രവണതകളൊക്കെ ഉണ്ട്. അതൊന്നും അത്ര നല്ല പ്രവണതകളല്ല. നമ്മുടെ സൗകര്യത്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യം ആണ് എപ്പോഴും അതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. പണ്ട് കാലത്തുള്ളവരൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല നമ്മുടെ നാട്ടിൽ കറണ്ട് വരുമെന്നോ അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ വരുമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വരുമെന്നും. അങ്ങനത്തെ കാലത്ത് ഡിസൈൻ ചെയ്ത അന്നത്തെ കാലത്തെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ വീടിനകത്തെ പ്രവർത്തികളൊക്കെ സിമ്പിളാക്കാൻ വേണ്ടി രൂപകൽപ്പിക്കപ്പെട്ട ഒരു തച്ചുശാസ്ത്രമായിട്ട് മാത്രമേ നമുക്ക് വാസ്തുവിനെ കണ്ടാൽ മതി. അതിൻ്റെ വിശ്വാസം അതിൻ്റെ ഇടയിൽ കൂട്ടിക്കെട്ടിയിട്ട് അതിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്, മനുഷ്യൻ്റെ മനസ്സുകളെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു തച്ചുശാസ്ത്രം എന്ന നിലയ്ക്ക് വാസ്തു വളരെ മികച്ചു നിൽക്കുന്ന ഒരു തച്ചുശാസ്ത്രമാണ്. നമ്മുടെ തനതായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതി നമുക്കുണ്ട് എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അത് പണ്ട് കാലം മുതൽ അത് പ്രാക്ടീസ് ചെയ്തു വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷെ അതിലേക്ക് വിശ്വാസത്തിന്റെ എലമെന്റ് വെറുതെ ചേർത്ത് നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് വാസ്തു റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ വാസ്തു നോക്കുന്നു നോക്കാതിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ മനസ്സിന്റെ കാര്യമാണ്, നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അധികം ഒന്നും വാസ്തുവിൽ വിശ്വാസങ്ങൾ കലർത്താതിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് വിമർശനങ്ങളായാലും അനുകൂലങ്ങളായാലും എല്ലാം തന്നെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.